തീർച്ചയായും പാകിസ്ഥാന്റെ ഭാരതത്തിന് നേരെയുള്ള അവരുടെ ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാനും അവരുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടാനും അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നീക്കങ്ങളെ കൃത്യമായി ചെറുക്കാനും അവരുടെ ഡ്രോണുകളെയെല്ലാം 50ഓളം ഡ്രോണുകളെ ഒരെണ്ണം പോലും ഭാരതത്തിൻ്റെ മണ്ണിൽ പതിക്കാതെ അതിനെയെല്ലാം തച്ച് തകർക്കാനും ഭാരത സൈന്യത്തിന് ഈ രാത്രിയിലും കഴിയുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളുള്ളത്. അതേപോലെ തന്നെ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്ത സാഹചര്യത്തിൽ IPL ഇന്നത്തെ ഡൽഹി പഞ്ചാബ് മത്സരം റദ്ദാക്കി. ധരംശാലയിലെ മത്സരമാണ് റദ്ദാക്കിയത്. സുരക്ഷ കണക്കിലെടുത്താണ് നടപടി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നീലിമ ഭാസ്കർ ചേരുന്നു. നീലിമ, എല്ലാ അർത്ഥത്തിലും യുദ്ധത്തിൻ്റെ മുഖങ്ങൾ തുറക്കുന്നു. അങ്ങനെ അതിർത്തിയിൽ വലിയ നിലയിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. കായിക മേഖലയിൽ പോലും അതിൻ്റെ പ്രതിഫലനം കാണാം. IPL മത്സരം പോലും റദ്ദാക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നീലിമ. വിനോദ്, അന്തർദേശീയ മാധ്യമങ്ങൾ പോലും ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളെ ചിത്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതിന് സമാനമായ സംഭവങ്ങളാണ് അതിർത്തിയിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉറി സെക്ടറിൽ കനത്ത ഷെല്ലാക്രമണം, മിസൈലുകൾ തൊടുത്തുകൊണ്ടുള്ള ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് തൊടുത്തുവിട്ട ഒരു ആയുധം പോലും, ഒരു മിസൈൽ പോലും ഒന്നിനെയും ഈ ഭാരതത്തിന്റെ മണ്ണിൽ കയറാൻ അനുവദിച്ചിട്ടില്ല ഭാരത സൈന്യം. അതെല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് പാകിസ്ഥാനെ അടിയറവ് പറയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ അഭിമാന ആയുധങ്ങളാണ് 2 JF-17 അതുപോലെ IF-16 വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഭാരത സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പിന്മാറാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ സന്നാഹത്തോടുകൂടി നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലുടനീളം വലിയ ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. പക്ഷേ ഒന്നുപോലും ഫലം കാണാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. 15 മിനിറ്റിനകം 50 ഡ്രോണുകൾ ഭാരതം നിർവീര്യമാക്കി, ഭാരതത്തിന്റെ സൈന്യം നിർവീര്യമാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന വലിയ സുന്ദര നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് S-400 മിസൈൽ സിസ്റ്റമാണ്. ഇത് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഏറ്റവും വലിയ കരുത്തായി ഈ നിമിഷത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് S-400 മിസൈലാണ്. ഇതാണ് പാകിസ്ഥാന്റെ എല്ലാ ആയുധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന വിവരമനുസരിച്ച് ജയ്സാൽമീർ, അമൃത്സർ, ഇപ്പോൾ ഉറി സെക്ടർ, ജമ്മു, ഗുജറാത്തിന്റെ ചില ഭാഗങ്ങൾ, അതായത് അതിർത്തികളിലുടനീളം ആക്രമണം നടത്താനുള്ള വൻ പദ്ധതി, വളരെ കൃത്യമായി ഏകോപിപ്പിച്ചുള്ള ഒരു പദ്ധതി ഒരു പക്ഷേ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പ്രയോഗിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ അതിനെയെല്ലാം തുരത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈന്യം. ഒപ്പം തന്നെ ധരംശാലയിലേക്ക് വന്നാൽ IPL മത്സരം റദ്ദാക്കിയിരിക്കുകയാണ്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോടെ കാണികളെയും അതുപോലെ കളിക്കാരെയും സുരക്ഷിതരാക്കി തിരിച്ചയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ അതിർത്തികൾ നിലകൊള്ളുന്നത്. വിനോദ്, തീർച്ചയായും IPL ഇന്നത്തെ ഡൽഹി പഞ്ചാബ് മത്സരം റദ്ദാക്കുകയാണ്. ധരംശാലയിലെ മത്സരമാണ് റദ്ദാക്കിയത്. സുരക്ഷ കണക്കിലെടുത്താണ് ഈ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും നീലിമ ഭാസ്കർ. കൂടുതൽ വിവരങ്ങളുമായി യുദ്ധസമാനമായ സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉടലെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഈ രാത്രിയിൽ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഡ്രോണുകൾ പായിക്കുന്നു. അതും ചൈനീസ് നിർമ്മിതമായ അല്ലെങ്കിൽ ചൈനയിൽ നിന്നും നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഷെല്ലാക്രമണം ഈ രാത്രിയിൽ നടത്താനുള്ള ശ്രമം. പക്ഷെ കൃത്യമായി ഭാരതം അതിനെ ചെറുക്കുന്നു. ഒരൊറ്റ ഡ്രോൺ പോലും ഭാരതത്തിൻ്റെ മണ്ണിൽ വീഴാതെ കൃത്യമായി അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഭാരത സൈന്യത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ആകാശ യുദ്ധമാണ് ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നത്. അത് കൃത്യമായി ഇത് മനസ്സിലാക്കി മുന്നൊരുക്കം നടത്തിക്കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ കൃത്യമായ തിരിച്ചടി അവിടെ നടക്കുന്നു. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പോലും വെടിവെച്ചിടാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ രാത്രിയിൽ പങ്കുവെക്കാൻ കഴിയുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം,
അങ്ങനെ ഭാരത സൈന്യത്തെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനൊന്നും പാകിസ്ഥാന് കഴിയില്ല. കുറച്ച് ഡ്രോണുകൾ ഇങ്ങോട്ട് പറത്തിവിട്ടാലൊന്നും നമ്മുടെ ഭാരത സൈന്യം അതുകൊണ്ടൊന്നും ഭയപ്പെടുന്നവരല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവർ തന്നെയാണ് പാകിസ്ഥാൻ. പക്ഷേ അവർ ഒരാക്രമണം നടത്തി നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതം കൃത്യമായി തിരിച്ചടിക്കുന്നു. അവരുടെ F-16, F-17 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഭാരതത്തിന് വെടിവെച്ചിടാൻ കഴിയുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഇപ്പോൾ ഭാരതം പ്രത്യാക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ്. ജമ്മുവിൽ നിന്നും മറ്റും ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ പറന്നുയർന്ന് പാകിസ്ഥാന്റെ ലാഹോറിലേക്കും മറ്റും ഇപ്പോൾ മിസൈലുകൾ പായിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായ സ്ഥിരീകരണം സൈന്യം നൽകുന്നതല്ല, നമുക്കല്ലാതെ ലഭിക്കുന്നതായ വിവരങ്ങളാണ്. എന്തായാലും ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രത്യാക്രമണത്തിന് ശ്രമിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരാണെങ്കിലും ഭാരതത്തിന്റെ സൈന്യമാണെങ്കിലും വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു. പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത പാകിസ്ഥാൻ അനാവശ്യമായ പ്രകോപനം അതിർത്തിയിൽ സൃഷ്ടിച്ചു. ഇതിനെ തിരിച്ചടി എന്ന നിലയിൽ ഇനിയും ഒരു യുദ്ധമുഖത്തേക്ക് ഭാരതം 2 പതിറ്റാണ്ടിന് ശേഷം ഇറങ്ങുന്നു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും ഇപ്പോൾ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ റഫേലും അതോടൊപ്പം തന്നെ സുഖോയും ഒക്കെ അടങ്ങുന്ന ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വലിയ ആക്രമണം അവിടെ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ലാഹോർ ഉൾപ്പെടുന്നുണ്ട്. ലാഹോറിൽ രാവിലെയും ഭാരതം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ടുള്ള ലാഹോറിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന വലിയ ആക്രമണം ഭാരതം ഇന്ന് ലാഹോറിൽ നടത്തിയതാണ്. അവരുടെ വ്യവസായ നഗരമായ കറാച്ചിയിലും റാവൽപിണ്ടിയിലുമെല്ലാം ഭാരതത്തിന്റെ ഡ്രോണുകൾ ഇന്ന് പതിച്ചിരുന്നു. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിന് ശക്തമായ താക്കീത് നൽകുന്ന ആക്രമണം ഇന്നലെയും ഇന്നുമായി ഭാരതം നടത്തിയതാണ്. എന്നാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത പാകിസ്ഥാൻ ഇന്ന് ജമ്മുവിലെ ഭാരതത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയും ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ ജമ്മുവിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകൾ പറത്തുകയും ചെയ്തു. ഇനിയും ഒരു നിമിഷം പോലും മര്യാദയുടെ പാഠങ്ങൾ പാകിസ്ഥാന് മനസ്സിലാകത്തില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഭാരതം വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്ക് അപ്പുറം കടന്നുകൊണ്ട് വലിയ സ്ട്രൈക്കുകൾ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിനോദ്, തീർച്ചയായും വലിയ തിരിച്ചടി തന്നെയാണ് ഈ രാത്രിയിലും ഭാരത സൈന്യത്തിന് നടത്താൻ കഴിയുന്നത്. ലാഹോർ അടക്കമുള്ള പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിൽ അവരുടെ വ്യവസായ നഗരങ്ങളിലേക്ക് നമ്മുടെ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് കുതിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഈ നിമിഷം ഗൗതം പങ്കുവെക്കുകയാണ്. നന്ദഗോപൻ കൂടി ചേരുന്നു. നന്ദഗോപൻ, ഈ രാത്രിയിൽ ജമ്മു കാശ്മീരിൽ കാണാൻ കഴിയുന്നത് ആകാശ യുദ്ധമാണ്. അതിന് തുടക്കം കുറിച്ചത് പാകിസ്ഥാനാണ്. നമ്മുടെ മണ്ണിൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളം, ജമ്മുവിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ഷെല്ലാക്രമണം ആരംഭിച്ചത്. അത് കൃത്യമായി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുവാനും അത് തകർത്ത് താഴേക്ക് കളയുവാനുമൊക്കെ ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ യുദ്ധ സാമഗ്രികളെ തകർക്കുന്നതിനൊപ്പം അവരുടെ മടകളിൽ പോയി അവരെ ആക്രമിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഭാരത സൈന്യം. കൃത്യമായി നമ്മുടെ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് കുതിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാതെ ഇനിയും മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നില്ല ഭാരത സൈന്യം. കൃത്യമായി പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ നമ്മൾ പൂർണ്ണ സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണ് ഈ രാത്രിയിൽ നമുക്ക് പറയാൻ കഴിയുക. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ.
ക്ഷമയെ പരീക്ഷിക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പലതവണ ഭാരതത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ഭാരതം ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, അതായത് ഒരു പ്രത്യാക്രമണത്തിന് ഭാരതം തയ്യാറായത്. മറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പാകിസ്ഥാൻ പൗരനോ അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിനോ സൈനിക കേന്ദ്രങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ കേടുപാടുകളും വരുത്താതെ കൃത്യമായ ഓപ്പറേഷൻ നടത്തിയത് ഭീകര താവളങ്ങളിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന് അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളായി, ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 13 ദിവസമായി തന്നെ പ്രകോപനപരമായ നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതായത് സിന്ധു നദീ ജലവുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഭാരതത്തിന്റെ BSFന്റെ ഔട്ടർ പോസ്റ്റുകളിലേക്ക്, ലൈൻ ഓഫ് കൺട്രോളിലേക്ക് നിരന്തരം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടാകുന്നു. ആ പ്രകോപനം അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ ആ ഷെല്ലാക്രമണത്തിൽ ഒരു ജവാനടക്കം 16 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരു മുസ്ലിം പള്ളിയിലെ ഒരു ഉസ്താദ് അടക്കമുള്ളവർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റി. പ്രത്യേകിച്ച് പൂഞ്ച് മേഖലയിൽ വലിയ കാര്യമായ നാശനഷ്ടമാണ് പാകിസ്ഥാൻ വരുത്തി വെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം സ്വാഭാവികമായും ഭാരതത്തിന് മറുപടി നൽകിയേ മതിയാകൂ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, ഇന്ന് രാവിലെ 15 കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത്. ജമ്മു, അതേപോലെ തന്നെ ശ്രീനഗർ, ഒപ്പം തന്നെ അമൃത്സർ, അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ, 15ഓളം കേന്ദ്രങ്ങൾ. അതിൽ ഉൾപ്പെടുന്നത് നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഉദ്ധംപൂറും അതേപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഹരിയാനയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുവാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ മുതിർന്നത്. കൃത്യമായ സമയത്ത് S-400 എന്നുള്ള സുരക്ഷാ കവചം, നമുക്ക് റഷ്യ കൈമാറിയ സുരക്ഷാ കവചം, ആ കവചം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ 15 ഡ്രോണുകളെയും ഇല്ലാതാക്കി എന്നുള്ളതാണ്. മറിച്ച് 25 ഡ്രോൺ ആക്രമണങ്ങൾ, 15 ഇങ്ങോട്ട് ചെയ്തപ്പോൾ 25 ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ലാഹോറിലടക്കം ഭാരതത്തിന് ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ടും പാകിസ്ഥാൻ പഠിച്ചില്ല. നിരന്തരം വീണ്ടും ഭാരതത്തിന്റെ അതിർത്തി മേഖലയിലേക്ക് ഷെല്ലാക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ രാത്രിയിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടി പ്രധാനമായും BSFന്റെ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ ഷെല്ലാക്രമണം നടത്തി. അതിനുശേഷം കൂടുതൽ മേഖലയിലേക്ക്, ഈ ജയ്സാൽമീർ അടക്കമുള്ള മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അവിടെയും കൃത്യമായി ഭാരതത്തിന്റെ വ്യോമസേനയ്ക്ക് കൃത്യമായി പ്രതിരോധം തീർക്കാൻ സാധിച്ചു. അങ്ങനെ ജയ്സാൽമീറിൽ നടത്തിയ ഓപ്പറേഷനും പാകിസ്ഥാൻ പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കശ്മീരിലുടനീളം തന്നെ ആക്രമണം നടത്തുവാൻ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് പഞ്ചാബ്, അതേപോലെ തന്നെ ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ തൊടുക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം ഭാരതത്തിന്റെ ആവനാഴിയിൽ നിറയെ ആയുധ ശേഖരങ്ങളാണ് എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല. പാകിസ്ഥാൻ ഒരായുധം തൊടുക്കുമ്പോൾ അത് ഈ ഡ്രോൺ കേസിൽ തന്നെ ഉദാഹരണമായി എടുക്കാം. 15 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ 25 ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതം പാകിസ്ഥാനിൽ പ്രത്യാക്രമണം നടത്തിയത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനോടകം തന്നെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഭാരതം തകർത്തിട്ടിരിക്കുന്നു. F-17ഉം 16ഉം അടങ്ങുന്ന 2 വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഭാരതം തകർത്തിട്ടിരിക്കുന്നു. അതേസമയം ഇതുവരെയായിട്ടും ഭാരതത്തിന്റെ ഒരു ആയുധ ശേഖരത്തിനോ അല്ലെങ്കിൽ ഒരു വിമാനങ്ങൾക്കോ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതം ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ്. ഭാരതത്തിലെ ഓരോ സാധാരണക്കാരും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വ്യോമാക്രമണം ഉണ്ടായാൽ അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കുണ്ട്. ഇസ്രയേലും അതേപോലെ തന്നെ റഷ്യയും ഒക്കെ തന്നെ സഹായിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ആയുധ ശേഖരത്തിൽ ഇത്തരം വ്യോമാക്രമണങ്ങൾ തടയുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഒരുപക്ഷെ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും ഒരു തരത്തിലുള്ള വ്യോമാക്രമണങ്ങളും ഭാരതത്തിലേക്ക് നടത്തുവാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ ചെറുക്കുവാനും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാനും ഒക്കെയുള്ള പരിശീലനം കഴിഞ്ഞ ദിവസം മോക്ക് ഡ്രില്ലിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകി.
സിവിൽ ഡിഫൻസ് ഫോഴ്സ് കൂടുതൽ ശക്തമാക്കി. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം സുസജ്ജമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടായാലും അത് പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ചൈനയുടെ ഏതു തരത്തിലുള്ള സഹായം ഉണ്ടായാലും ഭാരതത്തിന് മുന്നിൽ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ സൈനിക ശേഷിയുടെ മുമ്പിലോ ആയുധ ശേഖരങ്ങളുടെ മുമ്പിലോ പാകിസ്ഥാന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ രാത്രിയും വളരെ നിർണായകമാണ്. ഈ രാത്രിയിൽ എന്തും എങ്ങനെയും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ്. അതേസമയം ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ നമ്മുടെ സുരക്ഷാ ഭടന്മാർ, BSF ആദ്യതരത്തിൽ BSFന്റെ സുരക്ഷാ സംവിധാനം, പിന്നീട് ഭാരതത്തിന്റെ സൈനിക ശേഷി, വ്യോമസേന അടക്കമുള്ള ഭാരതത്തിന്റെ സമസ്ത സേനാ വിഭാഗങ്ങളും മിലിറ്ററി, പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം സുസജ്ജമായി നിൽക്കുകയാണ്. രാത്രിയിലും സ്വാഭാവികമായും ഈ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വിവിധ മേഖലകൾ ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട്. അതെല്ലാം തന്നെ ഭാരതം മുൻകൂട്ടി കൊണ്ടുകൊണ്ട് അതിനെയെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഭാരതം മുൻകൂട്ടി കണ്ട് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഭാരതത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നത് മാത്രമല്ല, ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു തരത്തിലും പാകിസ്ഥാനെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ, അല്ലെങ്കിൽ സൈന്യത്തിന് പൂർണ്ണ അധികാരമാണ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കര, വ്യോമ, നാവിക സേനാ തലവന്മാരുമായി ഇതിനോടകം തന്നെ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തി. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മന്ത്രിസഭ അങ്ങനെ പലതവണ ചർച്ചകൾ നടത്തിയ ശേഷം ഈ 3 സൈനിക വിഭാഗത്തിനും 3 സേനാ വിഭാഗങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഭാരതത്തിന്റെ. അതെ, 3 സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നിമിഷം കാര്യങ്ങൾ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനും ഭാരതവും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. ഭാരതം കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. കൃത്യമായ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ, മുന്നേറ്റങ്ങളെപ്പറ്റി കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ, നമുക്കറിയാം പല ഘട്ടങ്ങളിലുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഭാരതം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും ഇത്തരം സൈനിക നീക്കങ്ങൾ നടത്തുന്നതും. ഏറ്റവും അവസാനം ഇനിയും നടത്തേണ്ട നീക്കങ്ങൾ, ഇനിയും എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സൈനിക നീക്കങ്ങൾ, അതേപ്പറ്റി ആലോചിക്കാനായിരിക്കുമല്ലോ സൈനിക മേധാവികൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഈ നിമിഷം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ഡൽഹിയിൽ നിർണായകമായ യോഗമാണ് ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായും കൂടാതെ നമ്മുടെ സായുധ സേനകളുടെ കര, വ്യോമ, നാവിക സേനകളുടെ മേധാവിമാരുമായാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നിർണായകമായ ഒരു രാത്രിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആകാശത്തിൽ കൃത്യമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലെത്തുന്നു. ഭാരതത്തിന്റെ ഫൈറ്റർ ജെറ്റുകൾ അംബാലയിൽ നിന്നും ജമ്മു വിമാനത്താവളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിൽ പാകിസ്ഥാൻ ലക്ഷ്യമാക്കിയുള്ള മിസൈലുകൾ പായിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലാഹോറിൽ ഭാരതത്തിന്റെ ഡ്രോൺ ആക്രമണം വീണ്ടും നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനത്തിന് ശ്രമിച്ചുകൊണ്ട് ജമ്മുവിൽ ഡ്രോണുകൾ എത്തിക്കുകയും ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ ശൃംഖല, അതായത് S-400 ഉൾപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അത് വളരെ കൃത്യമായി പരാജയപ്പെടുത്തുകയും പാകിസ്ഥാന്റെ 2 ഫൈറ്റർ ജെറ്റുകൾ F-16 കൂടാതെ FJ-17 വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിറകെയാണ് ആ പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നിമിഷങ്ങൾക്കകം തന്നെ ഭാരതം നൽകി എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാഹോറിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ ജമ്മു വിമാനത്താവളത്തിൽ നിന്നും അംബാലയിലെ വ്യോമതാവളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയിട്ടുള്ള നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധവിമാനങ്ങൾ അതിർത്തി മേഖലകളിൽ തമ്പടിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ പായിച്ചു എന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായും കൂടാതെ കര, വ്യോമ, നാവികസേനാ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി
നിലവിൽ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സജ്ജമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തയ്യാറെടുപ്പുകൾ ഭാരതം നടത്തിയിട്ടുള്ളത്. പ്രതിരോധ സംവിധാനങ്ങൾ S-400 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും വളരെ കൃത്യമായിട്ടുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും സമുദ്ര അതിർത്തിയിലെ പടക്കപ്പലുകളും അതിർത്തി മേഖലകളിൽ ടാങ്കറുകളും മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെ എന്തിനും സജ്ജമായ തയ്യാറെടുപ്പുകൾ ഭാരതം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടന്നു പോകുമോ എന്നുള്ളത് നോക്കിക്കാണണം. ഒപ്പം ഇന്നിപ്പോൾ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വലിയ പ്രകോപനം ജമ്മു വിമാനത്താവളം, ജമ്മു യൂണിവേഴ്സിറ്റി, സാംബ, അഗ്നൂർ, കൂടാതെ ശ്രീനഗർ വിമാനത്താവളം, രാജസ്ഥാൻ അതിർത്തിയിൽ ജയ്സാൽമീർ, പഞ്ചാബ് അതിർത്തിയിൽ അമൃത്സർ, കൂടാതെ പത്താൻകോട്ട് സൈനിക താവളം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളിൽ നിന്നുള്ള മിസൈലുകളും എത്തിയിട്ടുള്ളത്. ഒരു മിസൈൽ പോലും, ഒരു ഡ്രോൺ പോലും, പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ പോലും ഭാരതത്തിന്റെ മണ്ണിൽ സ്പർശിക്കുകയോ ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഫോടനം നടത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. മുഴുവൻ മിസൈലുകളും ഡ്രോണുകളും ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ വിജയകരമായി പ്രതിരോധിച്ചു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ വീണ്ടും ഭാരതം തിരിച്ചടി നൽകിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലാഹോറിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ അതിർത്തിയിൽ ഫൈറ്റർ ജെറ്റുകൾ കൃത്യമായിട്ടുള്ള പ്രതിരോധവും മിസൈൽ ആക്രമണവും നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി ഇന്ന് വൈകിട്ടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം വിദേശകാര്യ സെക്രട്ടറി മിശ്രയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സംഘർഷം വഷളാക്കാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആദ്യം ഭീകരവാദികൾക്കും പിന്നീട് പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിനുമുള്ള തിരിച്ചടിയുമാണ് ഇന്ന് വൈകിട്ടത്തിനുള്ളിൽ ഭാരതം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സംഘർഷം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രകോപനമുണ്ടായാൽ, ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്താൽ കൃത്യമായ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പും ഭാരതം നൽകിയിരുന്നു. അതുതന്നെയാണ് ഭാരതത്തിന്റെ നിലപാടും നയവും. എന്നാൽ അത് മാനിക്കാതെ, ആ മുന്നറിയിപ്പ് പോലും കണക്കിലെടുക്കാതെ അടിയിരന്നു വാങ്ങുന്ന നയവും പ്രവർത്തനവുമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീരിലും കൂടാതെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന അതിർത്തി പ്രദേശങ്ങളിലോട് ചേർന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലും ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, സായുധ സേനയുടെ ഭാഗത്തുനിന്നുള്ള തയ്യാറെടുപ്പുകൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, DGPമാർ, ചീഫ് സെക്രട്ടറിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാരുമായി യോഗം ചേർന്നുകൊണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും അമിത്ഷാ നേരിട്ട് നിർദ്ദേശം നൽകിയത് ഈ സുരക്ഷാ നടപടികൾ അതികർശനമായി പാലിക്കണം, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ആ യോഗത്തിൽ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള യോഗങ്ങളും നിർദ്ദേശങ്ങളുമാണ് വളരെ കൃത്യമായി ഇത്തരം പ്രതിരോധ നടപടികൾക്ക് സഹായകമാകുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രജൌരി മേഖലയിൽ ഒരു സ്ഫോടനം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിനോദ്, അത് എത്രത്തോളം സ്ഥിരീകരിക്കാമെന്നും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നമുക്ക് അത് എത്രത്തോളം വസ്തുതയോടെ നൽകാമെന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് രജൌരിയിൽ ഇത്തരത്തിൽ സൈനിക താവളത്തിന് സമീപം സൂയിസൈഡ് ബോംബർ അറ്റാക്ക് നടത്തി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി ജമ്മു കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രജൌരിയിൽ ഒരു സ്ഫോടനം നടന്നു എന്നുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ജമ്മു, രാജസ്ഥാൻ, കൂടാതെ പഞ്ചാബ്, ഹരിയാന മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ച പാകിസ്ഥാന് വളരെ കൃത്യമായ തിരിച്ചടി ഇപ്പോൾ ഭാരതം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധപ്രഖ്യാപനമില്ലാതെ യുദ്ധപ്രഖ്യാപനമില്ലാതെ തന്നെ യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരസ്യമായി യുദ്ധം ആരംഭിച്ചു എന്നുള്ള പ്രഖ്യാപനം മാത്രം ഇനിയും വന്നാൽ മതിയാകും. പക്ഷേ അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നീക്കങ്ങളെ കൃത്യമായി ചെറുക്കാൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലാഹോർ അടക്കമുള്ള വളരെ തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ അക്രമം കൃത്യമായി നടത്താൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിലും അങ്ങോട്ടേക്ക് യുദ്ധവിമാനങ്ങൾ കുതിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ അവസരത്തിൽ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നു. ഗൗതം, നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നമ്മൾ അവിടുന്ന് കാണുന്ന കാഴ്ചകൾ ആകാശ യുദ്ധം തന്നെ അവിടെ നടക്കുകയാണ്. പാകിസ്ഥാൻ ഈ രാത്രിയിലും പ്രകോപനപരമായ സമീപനം കൈക്കൊള്ളുന്നു. ഭാരതത്തിലേക്ക് നിരവധി
ഡ്രോണുകൾ അവർ അയക്കുന്നു. അവർ കൃത്യമായി ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ ഒക്കെ തകർക്കാനുള്ള, വിദ്യാലയങ്ങൾ, യൂണിവേഴ്സിറ്റികളൊക്കെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഡ്രോണുകളാണ് അവർ അയച്ചിട്ടുള്ളത്. പക്ഷേ അതിനെയൊക്കെ ചെറുക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ, നേരത്തെ ജിഷ്ണു കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ രജൗരിയിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത, ഇത് കൃത്യമായി സൈനിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നതല്ല, പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ജമ്മുവിലെ ആ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ്റെ പല മേഖലകളിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഭാരത സൈന്യം കൃത്യമായി അവിടെ ആക്രമണം നടത്താൻ, അവിടെ കൃത്യമായ മുന്നേറ്റം നടത്താൻ ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തർക്കമില്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ തന്നെയല്ലേ ഗൗതം? വിനോദെ, ഈ ചാവേറുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ആസ്ഥാനങ്ങളാണ് ഭാരതം പ്രത്യേക ഓപ്പറേഷനിലൂടെ തകർത്തത്. ജെയ്ഷെയുടെ തലവനായ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ, സഹോദരിയും ഭർത്താവും അനന്തരവനും ഒക്കെ ഉൾപ്പെടെ 14 പേർ ഈ കൊടും ഭീകരന്റെ കുടുംബക്കാരെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള വലിയ പ്രത്യാക്രമണം ഭാരതം നടത്തിയിരുന്നു. മാത്രമല്ല ഏതാണ്ട് 100-ന് മുകളിൽ ഭീകരവാദികളാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഭാരതത്തിന്റെ അധിനിവേശ ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചാബ് പ്രവിശ്യയിലും നടത്തിയ പ്രത്യാക്രമണത്തിലായി കൊല്ലപ്പെട്ടത്. അതിനാൽ അതിന് മറുപടി എന്ന നിലയിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി വരുന്ന ചാവേറുകൾ ജമ്മു കാശ്മീരിലുണ്ട്. അങ്ങനെ 3 സ്ഥലങ്ങളിൽ, ജമ്മു കാശ്മീരിന്റെ 3 സ്ഥലങ്ങളിലായി ചാവേർ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് IB റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സൈന്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രജൗരിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ രജൗരിയിൽ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. സൈനിക ക്യാമ്പിന് സമീപത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ആൾനാശമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ, പ്രദേശവാസികൾക്ക് പരിക്കുകളുണ്ടോ, അത്തരം കൺഫർമേഷൻ നമുക്ക് ഇനിയും എടുക്കേണ്ടതായുണ്ട്. ഏതായാലും രജൗരിയിൽ ഒരു ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ നമുക്ക് സ്ഥിരീകരിക്കാം. ഇത് നേരത്തെ തന്നെ IB റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ലഭ്യമായിരുന്ന വിവരമാണ്. അത് ഒരു സ്ഥലത്തല്ല, അതിൽ ഇനിയും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രജൗരിയിൽ ഒരു ചാവേറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. IB റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ 2 ആക്രമണങ്ങൾ കൂടി ഇനിയും ഒരുപക്ഷെ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം ജെയ്ഷയുടെയും ലഷ്കറിന്റെയും ഒക്കെ ആസ്ഥാനങ്ങൾ ആക്രമിച്ചതിന് ഒരു മറുപടി എന്ന നിലയിൽ ഈ ഭീകര ശക്തികൾ ജമ്മു കാശ്മീരിൽ ബോധപൂർവമായ ചാവേർ ആക്രമണത്തിന് ശ്രമിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജമ്മു റീജിയണിലായിരിക്കും ഇവർ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം അതിനും ഒരു മതപരമായ വിഷയങ്ങളുണ്ട്. കാരണം ജമ്മു ഹിന്ദു ഭൂരിപക്ഷമായ മേഖലയാണ്. അതിനാൽ തന്നെ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഡ്രോണുകളാണെങ്കിലും വന്നിരിക്കുന്നത് ജമ്മു യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് പതിക്കാനും അതുപോലെ തന്നെ ജമ്മു വിമാനത്താവളത്തിനും നേരെയാണ്. അതിനാൽ തന്നെ ജമ്മു ഒരു ഹിന്ദു ഭൂരിപക്ഷ ബെൽറ്റ് എന്ന നിലയിൽ അവിടേക്ക് കൂടുതൽ ആക്രമണം നടത്തുവാൻ ഇസ്ലാമിക ഭീകര ശക്തികൾ ശ്രമിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. എന്തായാലും വലിയ ആകാശ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കരമാർഗവും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജമ്മു കാശ്മീരിന് അപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പഞ്ചാബിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ജയ്സർമീറിലുമെല്ലാം അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾ ഈ ഭാരതത്തിന്റെയും പാകിസ്ഥാനെയും സേനകൾക്കിടയിൽ നടക്കുന്നു. ഇതുകൂടാതെ 3 പോർ വിമാനങ്ങൾ വീഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചതാണ്. US-ന്റെ വിമാനമായ പാകിസ്ഥാന് US മുൻപ് നൽകിയിട്ടുള്ള F-16 അതുപോലെ തന്നെ ചൈന നൽകിയിട്ടുള്ള J-17 എന്നീ 2 J-17 ഒരു F-16 ഭാരതത്തിന്റെ മിസൈൽ ആക്രമണത്തിലൂടെ ഈ 3 പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റേത് നിലംപതിച്ചിരിക്കുന്നത്. അത് കൂടാതെയാണ് പിന്നീട് 50ഓളം ഡ്രോണുകൾ ജമ്മുവിലെ യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ വിമാനത്താവളവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നത്. ആ ഡ്രോണുകളെല്ലാം കൃത്യമായി തന്നെ ആകാശമാർഗം തന്നെ പൂർണ്ണമായി തകർക്കുവാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ രജൗരിയിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം ഇസ്ലാമാബാദിലും ഭാരതത്തിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. അതിലും സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇസ്ലാമാബാദ് നമുക്കറിയാം പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയാണ്. പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം അവിടെയാണ് ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ലാഹോറിലും അതുപോലെ തന്നെ കറാച്ചിയിലും റാവൽപിണ്ടിയിലും സിയാൽകോട്ടും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാന നഗരങ്ങളെ എല്ലാം പ്രകമ്പനം കൊള്ളിക്കുന്ന ഭാരതത്തിന്റെ വലിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇസ്ലാമാബാദ്
ഇസ്ലാമാബാദിലേക്കും ഭാരതത്തിന്റെ മിസൈലുകളോ ഡ്രോണുകളോ എത്തി എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ വരികയാണ്. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയിലേക്ക് തന്നെ കയറി അടിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദേ, തീർച്ചയായും കൃത്യമായി വ്യോമ മേഖലയിൽ ഭാരതത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ കൃത്യമായി വെടിവെച്ചിടാൻ കൂടി ഭാരത സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. ലാഹോർ അടക്കം ഉള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക്